അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. സ്വർഗമിതായിവിടെ മാലാഖ വൃന്ദവുമായി, മറിയമിതാ വിശുദ്ധരിതാ ഈ അൾത്താരയിൽ. ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഉയിർപ്പിൻ്റെ ഒരു രാത്രി കൂടെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ഉത്ഥാന രാത്രിയിൽ ശൂന്യമായ ഈ ദേവാലയത്തിൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ അകലങ്ങളിലായിരുന്നു കൊണ്ട് ഭവനങ്ങളെ ദേവാലയമാക്കി ഈ രാത്രിയിൽ ഈസ്റ്റർ വിജിൽ മാസിൽ ഈ ഉയിർപ്പിൻ്റെ തിരുക്കർമ്മങ്ങളിലും ഈ രാത്രി കുർബാനയിലും പങ്കുചേരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ ഈ ബലിപീഠത്തിൽ ചേർത്ത് വെച്ച് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർ അടച്ചിട്ടിരുന്ന മുറിയിൽ അരൂപിയിൽ പ്രവേശിച്ച് അവർക്ക് സമാധാനം ആശംസിച്ചതുപോലെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഭവനാന്തരീക്ഷങ്ങളിൽ ഈശോ കടന്നു വന്ന് നമുക്കെല്ലാവർക്കും സമാധാനം പകർന്നു തരാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയർപ്പിക്കുന്ന പാടിച്ചിറ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദേവാലയത്തിലെ ഈ ബലിവേദിയിൽ നിന്ന് ഈശോയുടെ സമാധാനത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് കുടികൊള്ളുന്ന ഈ ദേവാലയത്തിൻ്റെ ചൈതന്യം ഈ ദേവാലയത്തിൻ്റെ ബലിവേദിയിലെ ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൃപയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഉയിർപ്പിൻ്റെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. കൊറോണ വൈറസ് പടർന്നു പിടിച്ച് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഒരു തടവറയിലെന്നതുപോലെ പൂട്ടിയിട്ടിരിക്കുമ്പോൾ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചിരുന്ന കല്ലുരുട്ടി മാറ്റി ഉദ്ധിതനായ ഈശോയുടെ അതിജീവനത്തിൻ്റെ ഉയർപ്പിൻ്റെ ചൈതന്യം പ്രത്യാശയായി നമുക്കെല്ലാം ലഭിച്ച് ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കൃപയും കരുത്തും അവിടുന്ന് നമ്മിലേക്ക് ചൊരിയട്ടെ, പകരട്ടെ എന്ന് ആഗ്രഹിച്ച് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിലൂടെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും സർവേശ്വരൻ നമുക്ക് പകർന്നു തരട്ടെ. കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തിൽ ആശ്രയിച്ച് നമുക്ക് ഈ വിശുദ്ധ ബലി, ഉയിർപ്പിൻ്റെ ഈ ബലി ഒരേ മനസ്സോടെ നമുക്ക് ആരംഭിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയാണ് ചീടാം. അന്നാ
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി
സ്തുതി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ ഉദ്ധാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിൻ്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരുമായി ഉത്ഥാനത്തിൻ്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സൈന്യങ്ങൾ തന്നധിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴക്കിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ. ആഹ്ലാദാരവമുയരട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം മീട്ടിടുവിൻ, നമ്മുടെ രാജാവനല്ലോ. ഭൂമിക്കെല്ലാം അധിപനവൻ, അവനായി ഗീതം പാടുക നാം. ദൈവം ജനതയ്ക്കതിനാഥൻ, സിംഹാസനമതിൽ വാഴുന്നു. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജനഗരത്തിൽ. ഉന്നതമവനുടെ പുണ്യഗിരി, മണ്ണിനു മുഴുവൻ സാഘോഷം. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും നരതതിയിൽ സ്നേഹമരന്തം വർഷിക്കും. കർത്താവെന്നും കുറവന്യേ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ലോകരക്ഷകനായ മിശിഹായി, ലോകം മുഴുവൻ അങ്ങയുടെ സമാധാനത്താൽ നിറയട്ടെ. അങ്ങയുടെ പരിശുദ്ധമായ സ്ലീവായാൽ അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ അങ്ങയുടെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ സമയവും സഭയിൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഉന്നതവാനിടമേ വാതിൽ തുറക്കുക
നിത്യമഹോന്നതനാ നിർമ്മല ദേവസുതൻ വെള്ളി വെളിച്ചത്തിൽ മുങ്ങി വിളങ്ങുന്നു. പൊട്ടിയ ബന്ധത്തിൻ കണ്ണികൾ കൂടുന്നു. വിണ്ടലമവനിയുമാ വീണ്ടുമിണങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന ആ സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ ഈ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഒന്നാം വായന യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും
അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയദിശയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഫാനിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നേബായത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാംവിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ്വ പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലരാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷിക്തനെ ശിരസ്സുയരുമാറാക്കും. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിനുത്ഥാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലുമൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിനുദ്ധാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിനുദ്ധാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിനുദ്ധാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരാസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ ആണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനിമേൽ പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിലൂടെ മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ
നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന ആ കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളാകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിടട്ടെ. എൻ്റെ മനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലൻ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28 തിരുവചനങ്ങൾ 1 മുതൽ 6 വരെ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയിർപ്പിക്കപ്പെട്ടു. മിശിഹ മരിച്ചവരിൽ നിന്നുത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റു നാഥൻ, ഉയർത്തെഴുന്നേറ്റു.
ഉയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥൻ ഉയർത്തെഴുന്നേറ്റു. ഈ ദിനം ദൈവമേകിയ ദിവ്യദിനമല്ലോ. മോദമായി മഹിത കീർത്തനം ഏറ്റുപാടിടാം. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥൻ ഉയർത്തെഴുന്നേറ്റു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ പ്രതി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദ്വീപ സമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുവിൻ. മേഘവും അന്ധകാരവും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിന്യായങ്ങളിൽ അവൻ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു, വൈരികളെ അത് ദഹിപ്പിക്കുന്നു. മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലകൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം ദൈവനീതിയെ പ്രഘോഷിക്കുന്നു. ജനപദങ്ങൾ ദിവ്യമഹത്വം ദർശിക്കുന്നു. ബിംബാരാധകർ ലജ്ജിക്കട്ടെ, വിഗ്രഹ സേവകർ നാണിക്കട്ടെ, ദേവദൂതന്മാർ പ്രണമിക്കട്ടെ. സഹിയോൻ ഇതെല്ലാം ശ്രവിക്കട്ടെ, അവൾ ആനന്ദഭരിതയാകട്ടെ. യൂദായുടെ പുത്രിമാർ സന്തോഷിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ന്യായവിധി മഹനീയമാകുന്നു, ഭൂമിയിൽ നീ ഉന്നതനാകുന്നു, സർവ്വദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ തിന്മയെ ദ്വേഷിക്കുന്നു. ഭക്തരുടെ ജീവനെ ദൈവം പാലിക്കുന്നു. ദുഷ്ടന്മാരിൽ നിന്നവരെ രക്ഷിക്കുന്നു. നീതിമാന്മാർക്ക് ഒരു പ്രകാശം ഉദിച്ചു, പരമാർത്ഥ ഹൃദയർക്ക് ആഹ്ലാദമുണ്ടായി. നീതിമാന്മാർ കർത്താവിൽ ആനന്ദിക്കട്ടെ, അവന്റെ വിശുദ്ധ സ്മരണയെ പുകഴ്ത്തട്ടെ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദീപസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തൻ്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുവിൻ. സർവേശപുത്രനുയർത്തു, സമ്മോദമെങ്ങും തളിർത്തു. സ്വർലോകവാതിൽ തുറന്നു, ദിവ്യപ്രകാശം പരന്നു. മർത്യനെ തേടിയണഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. മർത്യനെ തേടിയണഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, നൽകേണമേ സ്വർഗദാനം. സർവേശപുത്രനുയർത്തു,
സ്വർലോകവാതിൽ തുറന്നു, ദിവ്യപ്രകാശം പരന്നു. സ്നേഹമുള്ളവരെ, ലോകം മുഴുവനും വേണ്ടിയുള്ള പൊതു ആശീർവാദം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധിതനായ ഈശോയുടെ സമാധാനത്തിൻ്റെ ചൈതന്യം ലോകം മുഴുവൻ്റെ മേൽ കൃപയായി വ്യാപരിക്കുവാൻ, നിറവായി നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോ ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുവാൻ വന്നെങ്കിൽ അവൻ്റെ ആ സമാധാനം നമ്മുടെ ജീവിതങ്ങളിലെന്നും നിറഞ്ഞു നിൽക്കുവാൻ, അനുഗ്രഹമായി പ്രശോഭിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദ പ്രാർത്ഥനകളിൽ സ്നേഹപൂർവ്വം നമുക്ക് പങ്കുചേരാം. കർത്താവേ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനെയും സംരക്ഷിക്കുകയും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും ശംശാനന്മാരെയും മറ്റു ശുശ്രൂഷികളെയും സന്യസ്തരെയും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണറിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയ എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, എല്ലാ വിദൂരസ്ഥരെയും, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവായ ദൈവമേ, പ്രത്യേകമായി ഞങ്ങളുടെ നാടിൻ്റെ പരിസ്ഥിതിയിൽ വിദൂരങ്ങളിലായിരിക്കുകയും ഭവനങ്ങളിലെത്താൻ സാധിക്കാതിരിക്കുകയും ഏകാന്തതയിൽ കുടുംബാംഗങ്ങളെ വിട്ട് കഴിയുകയും ചെയ്യേണ്ടി വരുന്ന എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ഉദ്ധിതനായ അങ്ങയുടെ സമാധാനം അവർക്ക് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, രോഗികളെയും പീഡിതരെയും മർദ്ദിതരെയും ക്ലേശിതരെയും ദുഃഖിതരെയും ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, COVID-19 എന്ന ഈ രോഗത്തിൻ്റെ പകർച്ചയാൽ ലോകം മുഴുവനും കഷ്ടതയിലായിരിക്കുന്ന സകല രോഗികളുടെ മേലും, പ്രത്യേകിച്ച് ഗുരുതരാവസ്ഥയിൽ രോഗം ബാധിച്ചുകൊണ്ട് വലിയ വിഷമസ്ഥിതിയിൽ കഴിയുന്ന എല്ലാവരെയും, അവരുടെ ബന്ധുമിത്രാദികളെയും, അവരെ പരിചരിക്കുന്ന എല്ലാ നഴ്സസ്, ഡോക്ടേഴ്സ്, മറ്റാരോഗ്യ പ്രവർത്തകർ, വാക്സിനുകൾക്ക് വേണ്ടി റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സയൻറ്റിസ്റ്റുകൾ, ഭരണാധികാരികൾ, നിയമപാലകർ, മാധ്യമപ്രവർത്തകർ, മറ്റ് പല വിധങ്ങളിലും സഹായിക്കുന്ന വളണ്ടിയേഴ്സ്, മറ്റ് സഹോദരങ്ങൾ എന്നിവർക്കെല്ലാം സംരക്ഷണവും സഹായവും അനുഗ്രഹവും അങ്ങയുടെ സമാധാനത്തിൻ്റെ ആശ്വാസവും ലഭിക്കുവാനിടയാക്കണമേ. ആമേൻ. കർത്താവേ, പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. ആമേൻ.
ലോകം മുഴുവനെയും ഈശോയ്ക്ക് സമർപ്പിച്ച് സ്നേഹത്തോടെ നമ്മുടെ ജീവിത നിയോഗങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം ഈശോയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പൊതുവായിട്ടുള്ള ആശീർവാദം, ഉദ്ധിതനായ ഈശോയുടെ ചൈതന്യം, സംരക്ഷണം നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. സമാധാനദാതാവായ മിശിഹായേ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്ന യുഗാന്തത്തിലെ ആ പൊതു ഉയിർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ അങ്ങയുടെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും അങ്ങ് വഴിയായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും അങ്ങയുടെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഈശോ ഉയിർത്തെഴുന്നേറ്റ ഈ രാത്രിയുടെ സർവ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നമ്മുടെ ജീവിതങ്ങളെ ഉദ്ധിതനായ ഈശോയുടെ വലിയ ശക്തിയിലേക്ക് സമർപ്പിച്ച് ആനന്ദത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു രാത്രിയാണിത്. ഈശോയുടെ ഉത്ഥാനത്തിന് നമ്മുടെ ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിന് നമ്മുടെ ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം വേറെയൊന്നുമല്ല, തന്നെ സംസ്കരിച്ച കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റി അവൻ മരണത്തെ പരാജയപ്പെടുത്തി ഉയിർത്തെഴുന്നേറ്റെങ്കിൽ സമാനമായ രീതിയിൽ പകർച്ചവ്യാധിയുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ജീവിതം മുഴുവൻ ഒരു കല്ലറയ്ക്കുള്ളിൽ സംസ്കരിക്കപ്പെട്ടതുപോലെ അടഞ്ഞു കിടക്കപ്പെടുന്ന, ബന്ധിതമായിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ പരിസ്ഥിതിയിൽ ഉദ്ധിതനായ ഈശോ നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ഉദ്ധിതനായ ഈശോ നൽകുന്ന വലിയ ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസത്തെ, പ്രത്യാശയെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിരാശയെ, മടുപ്പിനെ, അസ്വസ്ഥതകളെയൊക്കെ മാറ്റിവെച്ച് പ്രത്യാശയുടെ കണ്ണിലൂടെ ലോകത്തെ കണ്ടുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്ന, ഇന്ന് ഞാൻ നടപ്പിലാക്കുന്ന ഓരോ നിയന്ത്രണവും, ഇന്ന് ഞാൻ പരിശീലിക്കുന്ന ഓരോ ആശയടക്കവും, ഇന്ന് ഞാൻ സ്വീകരിക്കുന്ന ഓരോ നിയന്ത്രണവും എൻ്റെ ഭാവി ജീവിതത്തിൽ ഒരു ഉയിർപ്പ് സമ്മാനം ചെയ്യുമെന്നുള്ള വലിയ പ്രത്യാശ നിറയ്ക്കുവാൻ ഉദ്ധിതനായ ഈശോ നമുക്ക് കരുത്തു പകരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാത്രി ആനന്ദത്തിൻ്റെ ഒരു രാത്രിയാകണം, സന്തോഷത്തിൻ്റെ ഒരു രാത്രി. ഈ രാത്രിയിൽ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ വലിയ സ്മരണ നമ്മൾ ആചരിക്കുമ്പോൾ ആ ഈശോ നൽകുന്ന പ്രത്യാശയുടെ, അതിജീവനത്തിൻ്റെ, ഉയിർപ്പിൻ്റെ ആ ശക്തി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ച് ആവാഹിച്ചുകൊണ്ട് ആ ഉദ്ധിതനെ അനുഭവിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ആ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ഉയിർപ്പിന് ശേഷം ഈശോ ആരൊക്കെയാണ് പ്രത്യക്ഷനായത്, ആരെയൊക്കെയാണ് കണ്ടത്, ആർക്കൊക്കെയാണ് പ്രത്യക്ഷനായത്, ആരെയൊക്കെയാണ് കണ്ടത് എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും ഉദ്ധിതനായ ഉയിർത്തെഴുന്നേറ്റ ഈശോയെ അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിൽ പരാതി പറയുന്ന പല ജീവിതങ്ങളുമുണ്ട് നമ്മളുടെ ഇടയിൽ. ഉയിർത്തെഴുന്നേറ്റ ഈശോയെ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ പരാതികൾ ഇങ്ങനെ നിരത്തി വയ്ക്കുന്ന നിരവധി ജീവിതങ്ങൾ നമ്മളുടെ ഇടയിലും കൂട്ടത്തിലും സമൂഹത്തിലുമൊക്കെയുണ്ട്.
ആർക്കാണ് ഈശോയെ അനുഭവിക്കാൻ സാധിക്കുക? എന്നാൽ ഒത്തിരി പേര് ഈ ഈശോയെ അനുഭവിക്കുകയും ഈ ഈശോ നൽകിയ സമാധാനവും സ്നേഹവും സൗഖ്യവും ഈശോ നൽകിയ പ്രത്യാശയും മാറിയ ജീവിതവും മാനസാന്തരവും ഒക്കെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈശോ ഒരു അനുഭവമല്ലാതെ വെറുതെ ചടങ്ങായി ജീവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഈശോ എന്നതൊരു യാഥാർത്ഥ്യമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ഉയിർപ്പിനെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് ആ ഉയിർത്തെഴുന്നേറ്റ നാഥൻ്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്ന വിഭാഗങ്ങളുമൊക്കെയുണ്ട് നമ്മളുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉയിർത്തെഴുന്നേറ്റ ഈശോ ആർക്കൊക്കെ ആണ് പ്രത്യക്ഷനായത്, ആരെയൊക്കെയാണ് കണ്ടത് എന്നതൊന്ന് വിചിന്തനം നടത്തുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ ആർക്കാണ്, എങ്ങനെയുള്ളവർക്കാണ് ഉദ്ധിതനായ യേശുവിൻ്റെ അനുഭവം ലഭിക്കുക എന്ന് പ്രത്യാശയുടെ നിറവ് ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ധിതനാഥനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവനെ അനുഭവിക്കുവാനുള്ള പല വഴികളും തുറന്നു കിട്ടും. സ്നേഹമുള്ളവരെ, ഈശോയെ അടക്കിയ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളുണ്ട്. അവർ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടില്ല, കാണാൻ പറ്റിയില്ല. അതിനു മുമ്പേ ദൈവദൂതൻ കല്ലുരുട്ടി മാറ്റുന്നത് കണ്ടപ്പോൾ തന്നെ അവർ മരിച്ചവരെ പോലെയായി എന്നാ വചനത്തിൽ പറയുന്നത്. അവർക്ക് കാണാൻ പറ്റിയില്ല. ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, മരണത്തിന് വിധിച്ച പീലാത്തോസിന്റെ അടുക്കലേക്ക് ഈശോ പോയില്ല. അവനെതിരെ വലിയ കുറ്റാരോപണങ്ങൾ നടത്തിയ കയ്യാഫാസിന്റെ അടുത്തും അന്നാസിന്റെ അടുത്തും മറ്റ് പ്രധാന പുരോഹിതരുടെ അടുത്തും ഒന്നും ഈശോ പോയില്ല. അവനെ ക്രൂശിക്കുക എന്നും മുറവിളി കൂട്ടിയ ഒരു വ്യക്തിയെ പോലും കാണാൻ ഈശോ പോയില്ല. ഈശോ കണ്ടത് മഗ്ദലന മറിയത്തെ, അവൻ്റെ ശിഷ്യരെ. അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവർ പേടിച്ച് മുറിക്കുള്ളിൽ അടച്ചിരുന്നപ്പോഴൊക്കെ അവരെയൊക്കെ മാത്രമേ കണ്ടുള്ളൂ, മറ്റാരെയും കണ്ടില്ല. സാധാരണ രീതിയിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവൻ ആദ്യം ചെല്ലേണ്ടത് ആരുടെ അടുത്താണ്? അവൻ ചെല്ലേണ്ടത് വേറെ ആരുടെ അടുത്തുമല്ല, തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരുടെ അടുത്ത്. എന്നിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കണം. ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയണത്. പക്ഷേ ഈശോ പോയില്ല. ഈശോ പോയില്ല. കാരണം ഈശോയുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ലക്ഷ്യം ഏതെങ്കിലും വ്യക്തികളെ തോൽപ്പിക്കുക എന്നതല്ല, മറിച്ച് തന്നെ കാത്തിരിക്കുന്നവർക്ക് സമാധാനവും സംരക്ഷണവും പ്രത്യാശയും പകർന്നു കൊടുക്കുക എന്നതാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ വിശ്വസിക്കുന്നവർക്ക്, തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അവനെ എതിരിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ പോയി പ്രത്യക്ഷനാകാനും അവരോട് പകരം ചോദിക്കുവാനും തോൽപ്പിക്കുവാനും അവരെ ഇളിഭ്യരാക്കാനും ഒന്നും ഈശോയ്ക്ക് താല്പര്യമില്ല. അതാണ് ഈശോയുടെ വ്യക്തിത്വം, ഉദ്ധിതനാഥൻ്റെ വ്യക്തിത്വം. കാരണം ജയിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും തോറ്റുകൊടുത്തു മരണം പുൽകിയവനാണ് ഈശോ എന്ന് ദുഃഖവെള്ളിയാഴ്ച നാം ധ്യാനിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു. ആ ഈശോ ഉയിർത്തെഴുന്നേറ്റപ്പോൾ ഈശോയുടെ ജീവിത ലക്ഷ്യമൊന്നും മാറിയില്ല. ആ ഈശോ ഉയിർത്തെഴുന്നേറ്റപ്പോൾ ഈശോയുടെ ജീവിത ലക്ഷ്യമൊന്നും മാറിയില്ല. ഇതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവികമായ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. ഉയിർത്തെഴുന്നേറ്റ ഈശോ തന്നിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നോട് ചേർന്ന് നിൽക്കാതിരിക്കുകയും തന്നെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തവരുടെ അടുക്കിലേക്കൊന്നും പോയില്ല. തന്നെ വിശ്വസിച്ചവർക്ക്, തന്നെ സ്നേഹിച്ചവർക്ക്, തന്നിൽ ആശ്രയിച്ചിരുന്നവർക്ക്, തൻ്റെ വിയോഗം വലിയൊരു നഷ്ടമായി എന്ന് കരുതിക്കൊണ്ടിരുന്നവരുടെ അടുത്തേക്ക് മാത്രമേ അവിടുന്ന് പോയിട്ടുള്ളൂ. തൻ്റെ വിയോഗത്തിൻ്റെ പേരിൽ ആനന്ദിച്ചവരുടെ അടുത്തേക്ക് അവിടുന്ന് പോയിട്ടില്ല. മറിച്ച് അവിടുന്ന് പോയത് തന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത്,
വിശ്വസിച്ചവരുടെ അടുത്ത്. അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കണം, എനിക്ക് എപ്പോഴാ ഉദ്ധിതനായ ഈശോയെ അനുഭവിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുക? ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ അവനെ ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോൾ, ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ അവനെ ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോൾ, ഞാൻ അവനെ കാത്തിരിക്കുമ്പോൾ, അപ്പോഴാണ് എനിക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിക്കുക. അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരികയും എന്നെ കരം പിടിച്ചുയർത്തുകയും എന്നെ വിശുദ്ധീകരിക്കുകയും എനിക്ക് സൗഖ്യം നൽകുകയും എനിക്ക് നന്മ നൽകുകയും എനിക്ക് മാനസാന്തര ചൈതന്യം നൽകുകയും നന്നായി ജീവിക്കേണ്ടതിനെ കുറിച്ചുള്ള പ്രചോദനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നത് അവിടുത്തെ വിശ്വസിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇതേ ഒരു മനോഭാവവും ഭാവവും ജീവിതവും അപ്രകാരമുള്ള ജീവിതഭാവങ്ങളും രീതികളുമൊക്കെ എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്കും അവിടുത്തെ അനുഭവിക്കാൻ പറ്റൂ. ഉയർത്തെഴുന്നേറ്റ ഈശോയെ ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് ഇപ്രകാരമുള്ള ഒരു ഉള്ളു തുറവിയും സ്നേഹവും സമാധാനവും ഒക്കെ ഞാൻ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ഈശോയെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ഉയിർപ്പിൻ്റെ രാത്രിയിൽ, ഈശോ ഉയർത്തെഴുന്നേറ്റ ഈ രാത്രിയിൽ നാം ഓരോരുത്തരും അവൻ്റെ ഉത്ഥാനത്തെപ്പറ്റി ആത്മാർത്ഥമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ചൈതന്യവും ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തെ, ഈശോയുടെ നമ്മുടെ മനോഭാവത്തെ, അവിടുത്തോടുള്ള സ്നേഹത്തെ, അവിടുത്തോടുള്ള തുറവിയെ എല്ലാം നാം ഒന്ന് മാറ്റേണ്ടതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ നവീകരിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഒരു പ്രത്യാശയുടെ ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആകുലതയും ഉണ്ടാവില്ല, ഒരു അസ്വസ്ഥതയും ഉണ്ടാവില്ല, ഒരു ഉത്കണ്ഠയും നമ്മളെ ഭരിക്കുകയില്ല. കാരണം ഉദ്ധിതനായ നാഥനെ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോ ചിന്തയിലും ഓരോ പ്രവൃത്തിയിലും ഓരോ ജീവിത സാഹചര്യത്തിലും അവൻ്റെ കൂട്ട് നമുക്കുണ്ടാകും. ആ കൂട്ട് അവൻ്റെ കൈ പിടിച്ച് നടക്കുവാനുള്ള കരുത്തായി, ആത്മീയ ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ വളരും എന്ന കാര്യം നാം മറക്കരുത്. ഈശോയ്ക്കെതിരായി പ്രവർത്തിച്ചവരിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടത് ബൈബിളിൽ സാവൂളിന് മാത്രമാണ്. സാവൂളിനെ പൗലോസാക്കാൻ വേണ്ടി അവൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ ഉള്ളിലുള്ള നിഷ്കളങ്കതയും യഹൂദ മതഗ്രന്ഥങ്ങളിൽ നിന്നും ഫരിസേയ പ്രമുഖരിൽ നിന്നും പഠിച്ച പാഠങ്ങളും അതേപടി നിറവേറ്റുവാൻ വേണ്ടി തികഞ്ഞ ആത്മാർത്ഥതയോടും ഊർജ്ജസ്വലതയോടും കൂടെ ക്രൈസ്തവർക്കെതിരെയുള്ള പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ പോയപ്പോൾ അവനെ നേടാൻ വേണ്ടി ഈശോ അവന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. ഈശോ തൻ്റെ സ്നേഹത്തിലേക്ക് ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരില്ല. ഇന്നുമുണ്ട് പൗലോസ്മാർ. ഈ പൗലോസ്മാരെയും ഉദ്ധിതനായ ഈശോ തേടി വരുന്നുണ്ട്. അതായത് തനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നവരെ, തൻ്റെ വചനം കേൾക്കുമെന്ന് ഉറപ്പുള്ളവരെ, തൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരെയാണ് ഈശോ തേടിപ്പിടിക്കുക. അവർക്കാണ് ഉദ്ധിതനായ ഈശോയെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുക. ഉദ്ധിതനായ ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ആ വിശ്വാസദൃഢതയും സ്നേഹവും തുറവിയും നല്ല മനസ്സും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അവനെ അനുഭവിക്കാൻ സാധിക്കും. ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയെ അനുഭവിക്കുവാനും അങ്ങയെ ഉൾക്കൊള്ളുവാനും അങ്ങയുടെ ശക്തി വിശേഷങ്ങളെ എൻ്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുവാനും സാധിക്കത്തക്ക രീതിയിൽ ഈശോയെ അവിടുന്ന് എന്നിൽ വസിക്കണമേ, അവിടുന്ന് എന്നിൽ പ്രവർത്തിക്കണമേ, അങ്ങയുടെ സ്വാധീനം എന്നിൽ ചെലുത്തണമേ. ഉദ്ധിതൻ്റെ ശക്തി അതിജീവനത്തിൻ്റെ കരുത്തായി പ്രത്യാശയുടെ പകർപ്പായി എൻ്റെ വ്യക്തിത്വത്തിൽ നിറയ്ക്കണമേ ഈശോയെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലിയും ഉത്ഥാന തിരുക്കർമ്മങ്ങളുമെല്ലാം നമ്മളെ അതിന് സഹായിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ അതിന് വേണ്ട രീതിയിൽ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സർവേശ്വരൻ നമ്മളെ പരിപൂർണമായും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുകൊണ്ട് സ്നേഹത്തോടെ കാറോസുസ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും വിശുദ്ധ ബലിക്കായുള്ള കാഴ്ച വസ്തുക്കൾ, തിരുമുൽ കാഴ്ചകൾ ഒരുക്കുകയും ചെയ്യാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായെ, നിന്റെ ഉദ്ധാനത്തിൻ്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് അരുൾ ചെയ്ത മിശിഹായെ, നിന്റെ ഉയർപ്പിൻ്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്ന് ഉയർക്കുകയും ലോകത്തെയും തൻ്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ ഉദ്ധാനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രാപോലീത്താമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷകളുടെയും സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ ഉയർപ്പിൻ്റെ രഹസ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൃപയാൽ നിറയുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മെസ്സിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോൽ ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ. പാവനമേ ബലിയിൽ ആദിയിലെ പോൽ എന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമുദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ മകനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം
തൻ്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും എടുത്താവിടിച്ച് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയും ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മരിച്ചുപോയ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, മിഷണറിമാർ, സന്യാസികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥികൾ, അൽമായ പ്രേക്ഷിതർ, കുടുംബജീവിതക്കാർ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥിനികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും തൊഴിലില്ലാത്തവരും തടവറയിൽ കഴിയുന്നവരും ഭവനമില്ലാത്തവരും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും ഈ ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഇടവകകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും ഉദ്ധിതനായ ഈശോയുടെ പ്രത്യാശയിൽ എല്ലാവരും വളരുന്നതിന് വേണ്ടിയും യഥാർത്ഥമായി ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഉത്ഥാനത്തിന്റെ ചൈതന്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ഇന്ന് വിവിധയിടങ്ങളിലായി ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഞങ്ങളെല്ലാവരും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ മാർഗം പഠിപ്പിച്ചുവെന്ന് ഞങ്ങളെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതു ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയായി അണയുന്ന സ്നേഹമേ, തിരുമുൻപിലാരാധന. അകതാരിലായി അലിയുന്ന സ്നേഹമേ, ആത്മാവിലാരാധന. തിരുവോസ്തിയായി അണയുന്ന സ്നേഹമേ, തിരുമുൻപിലാരാധന. അകതാരിലായി അലിയുന്ന സ്നേഹമേ, ആത്മാവിലാരാധന. ആരാധന ആരാധന ത്രിയേക ദൈവമേ, ആരാധന 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 ത്രിയേക ദൈവമേ, ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധിക്കുന്ന ദൈവത്തോട് കൃപയും പാപമോനും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാവിനാൽ പത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, അങ്ങയുടെ ദാസന്മാരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ലോകരക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ സ്വർഗത്തിൽ അദൃശ്യനായ പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തുവല്ലോ. അവിടുത്തെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ദിവ്യരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. നമുക്കൊന്നു ചേർന്ന് സകലത്തിന്റെ നാഥനായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഈ സമയം ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. നാം എവിടെയാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിലേക്ക് ഈശോ അരൂപിയിൽ എഴുന്നള്ളി വരുവാൻ വേണ്ട കൃപ നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിലേക്ക് ഈശോ എഴുന്നള്ളി വരട്ടെ, അരൂപിയായി അവിടുന്ന് കടന്നു വരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ വലിയ സ്നേഹം, സമാധാനം നമുക്ക് അനുഭവിക്കാം. അടച്ചിട്ട മുറിയിൽ ശിഷ്യന്മാർ ഭീതിതരായി കഴിഞ്ഞപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്ത ഈശോയുടെ ശക്തിയും ചൈതന്യവും കൃപയും നമ്മുടെ ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം. അപ്രകാരം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നമുക്ക് അരൂപിയിൽ ഈശോയെ സ്വീകരിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ ഈശോനാഥ, ഉയർത്തെഴുന്നേറ്റ ഈശോനാഥ, പാപത്തെ പരാജയപ്പെടുത്തി സാത്താന്റെ മാർഗങ്ങളെ തകർത്ത് മരണത്തിനതീതനായി ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ ശക്തിവിശേഷം എന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതിനായി അവിടുന്ന് ഈ നിമിഷം എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ശിഷ്യന്മാർക്ക് അവിടുന്ന് വിവിധ സാഹചര്യങ്ങളിൽ അവരുടെ ആവശ്യ നേരങ്ങളിൽ പ്രത്യക്ഷനായതുപോലെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോനാഥ, തിബേരിയോസ് കടൽ തീരത്ത് ശിഷ്യന്മാരെ
കാത്തുനിന്ന അവർക്കായി അപ്പവും മീനും ഒരുക്കി കരുതലിന്റെ പ്രാതലൊരുക്കിയ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്കും അവിടുന്ന് പകരണമേ. ഈശോനാഥ, അവിടുത്തെ അനന്തമായ കൃപകൾ ഞങ്ങൾ പങ്കുചേർന്ന ഈ ദിവ്യബലിയുടെ ചൈതന്യത്താൽ അവിടുന്ന് ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈശോയെ, ഉയർത്തെഴുന്നേറ്റവനെ, മരണത്തെ പരാജയപ്പെടുത്തിയവനെ, ഇന്നും ജീവിക്കുന്നവനെ, എന്റെ ഹൃദയത്തിലേക്ക് അരൂപിയായി ആത്മീയ സാന്നിധ്യമായി ഈ നിമിഷം അവിടുന്ന് കടന്നു വരണമേ. ഈശോയെ, എന്നിൽ ജീവിക്കണമേ. ഈശോയെ, എന്നിൽ വളരണമേ. അങ്ങയുടെ വ്യക്തിത്വവും അങ്ങയുടെ മനോഭാവവും എനിക്ക് നൽകണമേ. അങ്ങയുടെ അനുഭവത്തിൽ എന്നും ജീവിക്കുവാനും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം വഴി അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഒരു നിമിഷം മൗനമായിരുന്നുകൊണ്ട് ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ച് ആഗ്രഹത്തോടെ തമ്പുരാൻ്റെ തിരുമുമ്പാകെ നമുക്ക് ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നാളെ രാവിലെ 7 മണിക്ക് മറ്റൊരു വിശുദ്ധ ബലി കൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതിൽ പങ്കെടുക്കേണ്ടവർക്കും പങ്കെടുക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യ വംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ അങ്ങ് ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ അങ്ങയുടെ അനന്ത കാരുണ്യത്തിനെന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം. ഉത്ഥിതനാഥാമാനവരിൽ പാവകശാന്തി വസിക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വേദികളിൽ സതതം നേരെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതും വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉത്ഥിതനീശോ മിശിഹായേ ഉദ്ഘോഷിക്കുവിനെന്നാളും. ജീവൻ പകരും നിർമ്മലമാം പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരുടെ മേ സുസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ വേളാങ്കണ്ണി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാവൽക്കാരനായ മാറിയോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ചാവറ പിതാവേ, വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. മറിയന്ത്രേസ്യ, വിശുദ്ധ എവുപ്രാസ്യ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗവാസികളും രക്തസാക്ഷികളുമായ സകല വിശുദ്ധരെ 12 ശ്ലീഹന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദ്ധിതനായ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സർവ്വ നന്മകൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.